ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയങ്ങൾ ഇവിടെ പാലക്കാട് സംഭവിക്കണം. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് കാരാട്ട് റസാഖ് അന്ന് മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തു. ഒരു ഉപാധികളുമില്ലാതെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഇനി അദ്ദേഹം മുസ്ലിം ലീഗിൽ സജീവമായി പ്രവർത്തിക്കും എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തരികയുണ്ടായി. ഏതായാലും അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അല്ല, തങ്ങൾ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ട്രെൻഡ് UDF അനുകൂലമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. അവർ ലീഗിലെ ആളുകളെ, സ്വതന്ത്രന്മാരെയൊക്കെ പിടിച്ച് പണ്ട് കളിച്ച പോലെ കളിക്കാൻ കഴിയും എന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ ഒഴുക്ക് ഇങ്ങോട്ടാണ്. കാരാട്ട് റസാഖ് വളരെ കാലം വലിയ റെക്കോർഡ് ലീഗിൻ്റെ കൂടെയുള്ള ഒരാളാണ്. ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. അദ്ദേഹത്തിന് തറവാട്ടിലേക്ക് തിരിച്ചു വരാൻ തോന്നി. തങ്ങൾ സ്വാഗതം ചെയ്തു, മെമ്പർഷിപ്പ് കൊടുത്തു. വളരെ സന്തോഷം. വലിയ കഠിനവടികളൊക്കെ അപ്പുറത്താണ് പൊട്ടിയത്. UDF ചെറു പടക്കങ്ങളൊക്കെ അവിടെയും ഇവിടെയും പൊട്ടിയെന്നല്ലാതെ ഇപ്പോൾ ട്രെൻഡ് UDF അനുകൂലമാണ്. ഭൂരിപക്ഷം കിട്ടും എന്നാണ് ഇത് കാണിക്കുന്നത്. ഇന്ന് ഇത്ര രാവിലെ ബഹുമാനായ മുനീർ സാഹിബും അതുപോലെ തന്നെ മറ്റ് നേതാക്കളുണ്ട്. നമ്മളെ കാൻഡിഡേറ്റ് കൊടുവള്ളിയിലുണ്ട്. അതുപോലെ തന്നെ കൊടുവള്ളിയിലെ നേതാക്കന്മാർ, മർമാഷ്, എല്ലാവരും ഒത്തൊരുമിച്ച് ഞങ്ങൾ പോലും റെഡി ആകുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് ഇവിടെ എത്തി, സ്റ്റാർട്ടായി. നല്ല തുടക്കമാണ്. സന്തോഷം. വലിയ ഓളം ഉണ്ടാക്കും. കുന്നമംഗലത്ത് നമുക്ക് കാണാം. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ വിസ്മയം സംഭവിച്ചല്ലോ. അതിലും വലിയ വിസ്മയമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. 8 നിലയിൽ പൊട്ടും. നോക്കാം നമുക്ക്. ഞാൻ മുൻകൈ എടുത്തിട്ടേ ഇല്ല. സത്യം പറയാം, ഇന്ന് രാവിലെ അല്ലേ ഞാൻ കുളിച്ച് റെഡി കാത്തില്ല. ഞാൻ അവര് തങ്ങളെടുത്ത് വന്നു, സ്വമേധയാ തങ്ങളെടുത്ത് വന്നു. തങ്ങൾ വിളിച്ചപ്പോഴാണ്, തങ്ങളെ നിർത്തിയല്ലേ പറയും, തങ്ങൾ വിളിച്ചപ്പോഴാണ് ഞാൻ റെഡിയായില്ല, നല്ല നിർബന്ധമാണ്, വരണതാണ്, തങ്ങൾ പോകാൻ നിൽക്കുകയാണ്, അങ്ങനെ വന്നതാണ്. അവർക്ക് സ്വയം തോന്നിയാൽ എനിക്കിതിന് യാതൊരു മുൻകൈയും ഇല്ല, അല്ലേ? സത്യമാണ്. മുനീറൊക്കെ അല്ലേ ഇവിടെ നിൽക്കുന്നത്, അവർ വന്നതാ. ഉണ്ടാവാനാണ് സാധ്യത. ഈ ഒഴുക്ക് എങ്ങോട്ടാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു വിസ്മയം ഉണ്ടായില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നോക്കാം. എന്താണ് തറവാട്ടിലേക്ക് തിരിച്ചു വന്ന് മാതൃസംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യമുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം തോന്നിയത്? മറ്റു കാര്യങ്ങളൊക്കെ 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉണ്ട് UDFന്റെ കൊടുവള്ളി വെച്ച്. അവിടെ വെച്ച് നമ്മൾ സംസാരിക്കും. തുടരില്ല, ഇല്ല, രാജിവെക്കും. പരിഹരിക്കാത്തത് കൊണ്ടാണല്ലോ പുനർചിന്തനം നടത്തേണ്ടി വന്നത്. രാത്രി എടുത്ത തീരുമാനം. ഉപാധികളൊന്നുമില്ല. വിശ്വാസമാണ് പാർട്ടിയെ. പ്രത്യേകിച്ച് തങ്ങളുടെയും കുഞ്ഞാൽ സാഹിബിനെയും മുനീർ സാഹിബിനെയും ഒക്കെ വിശ്വാസമാണ്. തീർച്ചയായിട്ടും 10 കൊല്ലം പ്രവർത്തിക്കാത്തത് അതിൻ്റെ ഡബിൾ മടങ്ങ് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അല്ല, ചേർത്ത് പിടിക്കുന്നതിന് പരാജയമാണ്. അതിപ്പം ആക്കിയതിന് ശേഷം പിന്നീടുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അതാണ് വഞ്ചന. അത് സംബന്ധിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ 4 മണിക്ക് പറയാം, കൺവെൻഷനിൽ പറയാം. ഇതൊരു സന്തോഷ മുഹൂർത്തമാണ്. എനിക്കുള്ള വ്യക്തിപരമായ സന്തോഷം, ഞാൻ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ വ്യക്തിയോട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ഞാൻ മത്സരിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ തന്നെയായിരുന്നു മഞ്ഞളാംകുഴി അലി സാഹിബുമായിട്ട് ഞാൻ മത്സരിച്ചു.
അദ്ദേഹം തിരിച്ചെത്തി. അങ്ങനെ ഓരോരുത്തരായിട്ട് വരട്ടെ. ഇനി ദേവർകോവിലാണ് ഇനി വരാനുള്ളത്. നന്നായി നന്നായി. പെരിഞ്ഞാളല്ലേ? കുന്നംകുളത്താണ്. ആര് എടുത്തല്ലോ? കുന്നത്തോമ്പിന് നടപടി എടുത്തിട്ടില്ലല്ലോ. ഓ അതെ, പാർട്ടിയുടെ പ്രാഥമിക നേതൃത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തല്ലോ. ഇല്ലില്ല, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇന്നലെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇന്ന് പത്രത്തിലുണ്ടാവും. ആര്? ഇല്ല, LDF സ്ഥാനാർത്ഥിയില്ല. ഇയാൾ വന്നപ്പോ കുന്നത്തുമ്പ് LDF സ്ഥാനാർത്ഥിയായിട്ട് വന്നതല്ലേ. അയാളെന്താ ചെയ്തെന്നുള്ളതിന്റെ വിവരം പൂർണ്ണമായിട്ട് വരട്ടെ. നമുക്കറിയില്ലല്ലോ, പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.